അസ്മ പാവം എന്ന് പറയാൻ പാവം തന്നെയാണ്. പക്ഷെ നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അതിനുള്ള വിവരം ഒക്കെ ഉണ്ട്, പക്വതയുണ്ട്. പിന്നെ ഇവൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയേക്കണേ. അതായത് ഈ ഡെലിവറി കേസിന് ഹോസ്പിറ്റലിൽ പോകില്ല, അതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയേക്കണേ. ഇസ്മ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഹോസ്പിറ്റലിൽ പോവുമായിരുന്നോ? ഈ അസുഖമൊക്കെ വരുമ്പോൾ അങ്ങനെ മടിയുള്ള ഒരാളായിരുന്നു? അസ്മ ഈ അക്യൂപഞ്ചർ പഠിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോണ കാര്യത്തിൽ അല്പം പിന്നോട്ടായിരുന്നു. വേറെ ബിരുദമുണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ശരിയായ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. അപ്പോൾ നിങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ ചികിത്സിക്കാതിരിക്കരുത് എന്നുള്ളത്? ഇപ്പോൾ അതൊക്കെ കുട്ടികൾക്കടക്കം വരുമ്പോൾ അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അത് പറയും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അത്യാവശ്യം വിദ്യാഭ്യാസവും ഇതിൽ പഠിപ്പുള്ള കാരണം കൊണ്ട് സ്വയം അവർക്ക് ബോധ്യം വന്നതിൻ്റെ പേരിൽ അവർ ചെയ്യില്ല. വീട്ടിലൊക്കെ വരുമ്പോൾ അസ്മ എങ്ങനെയായിരുന്നു? വീട്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കുഴപ്പമില്ല. ഇപ്പോൾ ഇപ്പോൾ ഭർത്താവിനെ കുറിച്ച്, ഇസ്മയുടെ ഭർത്താവിനെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് മതിയായ രീതിയിൽ ചികിത്സ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെ. അതിപ്പോൾ സംഭവം ഈ അസ്ബയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ നല്ല റിലേഷൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നെ ഇതുവരെ അറിഞ്ഞത്. പക്ഷേ ഇത് ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡെലിവറിയോടുകൂടി മരണപ്പെട്ടപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഹൗസ് ഓണറെ പോലും അറിയിക്കാതെ ഒരു പായൽ പൊതിഞ്ഞ് അവൻ്റെ സുഹൃത്തുക്കളായ 5 പേരെയും കൂട്ടി ഇവൻ്റെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 10-50 മീറ്റർ നടന്നു വേണം പോരാൻ. അതിന് പായ കെട്ടി ചുവന്ന് കൊണ്ടുവന്നാണ് ഈ വണ്ടി കയറ്റി പോന്നേക്കണം. അവർ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി രാത്രി കാത്തിരുന്നു എന്നാണോ? അങ്ങനെയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പോരണ സമയത്താണ് ഇവിടെ വിളിച്ചു, അതും ഡയറക്റ്റ് അസ്മയുടെ സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവൻ്റെ അളിയനെയാണ് വിളിച്ച് പറഞ്ഞേക്കണേ. അവരാണ് ഇവിടെ വിളിച്ച് പറഞ്ഞേക്കണേ. ഇങ്ങനെ മരണം, അതും വിളിച്ചത് യാദൃശ്യമായിട്ട് 2 മണിക്ക് വിളിച്ചിട്ട് ഈ ആങ്ങളയോട് പറയുന്നു, ഇങ്ങനെ അസ്മ മരിച്ചു, ഞങ്ങളങ്ങോട്ട് കൊണ്ടുതന്നെ, നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞേക്കണേ. അതിനുശേഷമാണ് അവർ കൊണ്ടുവന്നേക്കണം. നിസ്സാരമായിട്ട് പറഞ്ഞു. ഒരു ഷോക്കായി പോയി ആങ്ങളക്ക്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ആങ്ങളെ മറ്റുള്ളവരെ ഞങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വന്ന് അവിടെ ഇവരുടെ ഉദ്ദേശം ഇവിടെ കൊണ്ടുവന്ന് വേഗം കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്തി പള്ളിയിൽ അടക്കം ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. ഒരു സംശയമില്ലാത്ത രീതിയിൽ അതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ ഇവിടെ നാട്ടുകാരൊക്കെ കൂടി തടഞ്ഞു വെച്ചു, പോലീസിനെ വിളിച്ചു. അങ്ങനെയാണ് പോലീസുകാർ പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ഇപ്പം നാട്ടുകാരുടെ അസ്മയുടെ ഒരു ബന്ധുക്കളുടെയും ഒക്കെ ഇടപെടലിന്റെ മൂലമായിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം നടന്നിരിക്കുന്നത്. പരാതിയൊക്കെ പോലീസിൽ കൊടുത്തിട്ടുണ്ടല്ലേ? ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവനെ ഒന്നും കൊണ്ടുപോയേക്കുന്നത് ഇവിടുന്ന്. അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവനെ തല്ലിയെന്നും പറഞ്ഞാണ് അവൻ പോലീസുകാർ വന്നപ്പോൾ പറഞ്ഞു. അവരെ കസ്റ്റഡി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. മുമ്പ് ഇതുപോലെ പ്രസവം വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി സിറാജുദ്ദീൻ 2 പ്രാവശ്യം ഇതുപോലെ വീട്ടിൽ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞേക്കണേ. അപ്പോൾ ആ സമയത്തും ബന്ധുക്കളൊക്കെ പറഞ്ഞിരുന്നോ ഇനി ഇതുപോലെ ചെയ്യരുത്, അപകടമാണെന്നുള്ളത്? എല്ലാം പറഞ്ഞാണ്. പക്ഷേ ഇവർ 2 പേരും കൂടിയാണ് ഇപ്പം അസ്മാക്കും ഹോസ്പിറ്റലിൽ പോണ കാര്യത്തിൽ അല്പം പിന്നോട്ടാണ്. അങ്ങനെയാണ് അറിഞ്ഞേക്കണേ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അക്യൂപഞ്ചർ ഒരു ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോവില്ല എന്ത് വന്നാലും. അങ്ങനെയുള്ളൊരു ഇതാണ്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്നലെ കൊണ്ടുവന്നപ്പോഴടക്കം ബന്ധുക്കൾ പറഞ്ഞത് ദുരൂഹതയുണ്ട് തന്നെയാണല്ലോ? ദുരൂഹതയുണ്ട്, എന്തോ ദുരൂഹതയുണ്ട് ഇതിനകത്ത്, അത് ഉറപ്പായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ സിനിമ വരുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? സംസാരമൊക്കെ ഉണ്ടായി. എന്നുവെച്ചാൽ വയ്യാന്ന് പറഞ്ഞപ്പോഴെങ്കിലും അവന് ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു, അവൻ കൊണ്ടുപോയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട്. പക്ഷേ ഒരു പ്രസവ സമയത്തും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു സമയത്തും ബന്ധുക്കൾ പറയുന്നത് മതിയായ ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അവൻ ചികിത്സ കൊടുത്തില്ല. അവന് ആ സമയത്ത് അവന് കറക്റ്റായിട്ട് അത് നോക്കി അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾ മരിക്കില്ലായിരുന്നു.